പുറപ്പാട് പുസ്തകം അധ്യായം 29. അവർ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ അവരെ ശുദ്ധീകരിക്കേണ്ടതിന് നീ അവർക്ക് ചെയ്യേണ്ടത് എന്തെന്നാൽ, ഒരു കാളക്കിടാവിനെയും ഊനമില്ലാത്ത 2 ആട്ടുകൊറ്റനെയും പുളിപ്പില്ലാത്ത അപ്പവും എണ്ണ ചേർത്ത പുളിപ്പില്ലാത്ത ദോശകളും എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത വടകളും എടുക്കണം. ഗോതമ്പ് മാവ് കൊണ്ട് അവ ഉണ്ടാക്കണം. അവ ഒരു കുട്ടയിൽ വെച്ച് കാളയോടും 2 ആട്ടുകൊറ്റനോടും കൂടെ കുട്ടയിൽ കൊണ്ടുവരണം. അഹ്റോനെയും അവന്റെ പുത്രന്മാരെയും സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ വരുത്തി വെള്ളം കൊണ്ട് കഴുകണം. പിന്നെ വസ്ത്രമെടുത്ത് അഹ്റോനെ ഉള്ളങ്കിയും ഏഫോദിന്റെ അങ്കിയും ഏഫോദും പതക്കവും ധരിപ്പിച്ച് അവന്റെ അരയ്ക്ക് ഏഫോദിന്റെ നടുക്കെട്ട് കെട്ടണം. അവന്റെ തലയിൽ മുടി വെച്ച് വിശുദ്ധ പട്ടം മുടിമേൽ വെക്കണം. പിന്നെ അഭിഷേക തൈലം എടുത്ത് തലയിൽ ഒഴിച്ച് അവനെ അഭിഷേകം ചെയ്യണം. അവന്റെ പുത്രന്മാരെയും കൊണ്ടുവന്ന് അങ്കി ധരിപ്പിക്കണം. അഹ്റോന്റെയും പുത്രന്മാരുടെയും അരയ്ക്ക് നടുക്കെട്ട് കെട്ടി അവർക്ക് തലപ്പാവ് വെക്കണം. പൗരോഹിത്യം അവർക്ക് നിത്യാവകാശമായിരിക്കണം. പിന്നെ നീ അഹ്റോനോടും അവന്റെ പുത്രന്മാർക്കും കരപൂരണം ചെയ്യണം. നീ കാളയെ സമാഗമന കൂടാരത്തിന്റെ മുൻപാകെ വരുത്തണം. അഹ്റോനും അവന്റെ പുത്രന്മാരും കാളയുടെ തലമേൽ കൈവയ്ക്കണം. പിന്നെ സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ യഹോവയുടെ മുൻപാകെ കാളയെ അറുക്കണം. കാളയുടെ രക്തം കുറെ എടുത്ത് നിന്റെ വിരൽ കൊണ്ട് യാഗപീഠത്തിന്റെ കൊമ്പുകളിന്മേൽ പുരട്ടി ശേഷമുള്ള രക്തമൊക്കെയും യാഗപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിക്കണം. കുടൽ പൊതിഞ്ഞിരിക്കുന്ന മേധസ്സൊക്കെയും കരളിന്മേലുള്ള വപ്പയും മൂത്രപിണ്ഡം 2 അവയുടെ മേലുള്ള മേധസ്സും എടുത്ത് യാഗപീഠത്തിന്മേൽ വെച്ച് ദഹിപ്പിക്കണം. കാളയുടെ മാംസവും തോലും ചാണകവും പാളയത്തിന് പുറത്ത് തീയിലിട്ട് ചുട്ടുകളയണം. ഇത് പാപയാഗം. പിന്നെ ഒരു ആട്ടുകൊറ്റൻ എടുക്കണം. അഹ്റോനും അവന്റെ പുത്രന്മാരും ആട്ടുകൊറ്റന്റെ തലമേൽ കൈവയ്ക്കണം. ആട്ടുകൊറ്റനെ അറുത്ത് അതിന്റെ രക്തമെടുത്ത് യാഗപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം. ആട്ടുകൊറ്റനെ ഖണ്ഡം ഖണ്ഡമായി മുറിച്ച് അതിന്റെ കുടലും കാലും കഴുകി ഖണ്ഡങ്ങളുടെ മേലും അതിന്റെ തലയുടെ മേലും വെക്കണം. ആട്ടുകൊറ്റനെ മുഴുവനും യാഗപീഠത്തിന്മേൽ വെച്ച് ദഹിപ്പിക്കണം. ഇത് യഹോവയ്ക്ക് ഹോമയാഗം, യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗം തന്നെ. പിന്നെ നീ മറ്റേ ആട്ടുകൊറ്റനെ എടുക്കണം. അഹ്റോനും അവന്റെ പുത്രന്മാരും ആട്ടുകൊറ്റന്റെ തലമേൽ കൈവയ്ക്കണം. ആട്ടുകൊറ്റനെ അറുത്ത് അതിന്റെ രക്തമെടുത്ത് അഹ്റോന്റെ വലത്തെ കാതിനും അവന്റെ പുത്രന്മാരുടെ വലത്തെ കാതിനും അവരുടെ വലത്തെ കൈയുടെ പെരുവിരലിനും വലത്തെ കാലിന്റെ പെരുവിരലിനും പുരട്ടി രക്തം യാഗപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം. പിന്നെ നീ യാഗപീഠത്തിന്മേലുള്ള രക്തവും അഭിഷേക തൈലവും കുറേശ്ശെ എടുത്ത് അഹ്റോന്റെ മേലും അവന്റെ വസ്ത്രത്തിന്മേലും അവന്റെ പുത്രന്മാരുടെ മേലും അവരുടെ വസ്ത്രത്തിന്മേലും തളിക്കണം. ഇങ്ങനെ അവനും അവന്റെ വസ്ത്രവും അവന്റെ പുത്രന്മാരുടെ വസ്ത്രവും ശുദ്ധീകരിക്കപ്പെടും. അത് കരപൂരണത്തിന്റെ ആട്ടുകൊറ്റനാകൊണ്ട് നീ അതിന്റെ മേധസ്സും തടിച്ച വാലും കുടൽ പൊതിഞ്ഞിരിക്കുന്ന മേധസ്സും കരളിന്മേലുള്ള വപ്പയും മൂത്രപിണ്ഡം 2 അവയുടെ മേലുള്ള മേധസ്സും വലത്തെ കൈകുറകും യഹോവയുടെ മുൻപാകെ വെച്ചിരിക്കുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ കുട്ടയിൽ നിന്ന് ഒരു അപ്പവും എണ്ണ പകർന്ന അപ്പമായ ഒരു ദോശയും ഒരു വടയും എടുക്കണം. അതൊക്കെയും അഹ്റോന്റെ കയ്യിലും അവന്റെ പുത്രന്മാരുടെ കയ്യിലും വെച്ച് യഹോവയുടെ സന്നിധിയിൽ നീരാജനാർപ്പണമായി നീരാജനം ചെയ്യണം. പിന്നെ അവരുടെ കയ്യിൽ നിന്ന് അവ വാങ്ങി യാഗപീഠത്തിന്മേൽ ഹോമയാഗത്തിന് മീതെ യഹോവയുടെ സന്നിധിയിൽ സൗരഭ്യവാസനയായി ദഹിപ്പിക്കണം. ഇത് യഹോവയ്ക്ക് ദഹനയാഗം. പിന്നെ അഹ്റോന്റെ കരപൂരണത്തിനുള്ള ആട്ടുകൊറ്റന്റെ നെഞ്ചെടുത്ത് യഹോവയുടെ സന്നിധിയിൽ നിരാജനാർപ്പണമായി നീരാജനം ചെയ്യണം. അത് നിന്റെ ഓഹരിയായിരിക്കും. അഹ്റോന്റെയും അവന്റെ പുത്രന്മാരുടെയും കരപൂരണത്തിനുള്ള ആട്ടുകൊറ്റന്റെ നീരാജനവും ഉദർച്ചയുമായി നീരാജനാർപ്പണമായ നെഞ്ചും ഉദർച്ചാർപ്പണമായ കൈകുറകും നീ ശുദ്ധീകരിക്കണം. അത് ഉദർച്ചാർപ്പണമാകൊണ്ട് ഇസ്രായേൽ മക്കളുടെ പക്കൽ നിന്ന് നിത്യാവകാശമായിട്ട് അഹ്റോനും അവന്റെ പുത്രന്മാർക്കുമുള്ളതായിരിക്കണം. അത് ഇസ്രായേൽ മക്കൾ അർപ്പിക്കുന്ന സമാധാനയാഗത്തിന്റെ ഉദർച്ചാർപ്പണമായി യഹോവയ്ക്കുള്ള ഉദർച്ചാർപ്പണം തന്നെ ആയിരിക്കണം. അഹ്റോന്റെ വിശുദ്ധ വസ്ത്രം അവന്റെ ശേഷം
അവന്റെ പുത്രന്മാർക്കുള്ളതാകണം. അത് ധരിച്ച് അവർ അഭിഷേകവും കരപൂരണവും പ്രാപിക്കണം. അവന്റെ പുത്രന്മാരിൽ അവന് പകരം പുരോഹിതനായി വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷ ചെയ്യുവാൻ സമാഗമന കൂടാരത്തിൽ കടക്കുന്നവൻ 7 ദിവസം അത് ധരിക്കണം. കരപൂരണത്തിന്റെ ആട്ടുകൊറ്റനെ എടുത്ത് അതിന്റെ മാംസം വിശുദ്ധമായൊരു സ്ഥലത്ത് വെച്ച് പാകം ചെയ്യണം. ആട്ടുകൊറ്റന്റെ മാംസവും കുട്ടയിലുള്ള അപ്പവും അഹ്റോനും അവന്റെ പുത്രന്മാരും സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ വെച്ച് തിന്നണം. അവരുടെ കരപൂരണത്തിനും വിശുദ്ധീകരണത്തിനും വേണ്ടി പ്രായശ്ചിത്തം കഴിക്കുന്ന വസ്തുക്കളെ അവർ തിന്നണം. അവ വിശുദ്ധമായിരിക്കുകയാൽ അന്യൻ തിന്നരുത്. കരപൂരണ യാഗത്തിന്റെ മാംസത്തിലും അപ്പത്തിലും വല്ലതും പ്രഭാതകാലം വരെ ശേഷിച്ചിരുന്നാൽ ആ ശേഷിപ്പ് തീയിലിട്ട് ചുട്ടുകളയണം. അത് വിശുദ്ധമാകൊണ്ട് തിന്നരുത്. അങ്ങനെ ഞാൻ നിന്നോട് കൽപ്പിച്ചതുപോലെയൊക്കെയും നീ അഹ്റോനോടും അവന്റെ പുത്രന്മാർക്കും ചെയ്യണം. 7 ദിവസം അവർക്ക് കരപൂരണം ചെയ്യണം. പ്രായശ്ചിത്തത്തിനായി ദിവസേന ഓരോ കാളയെ പാപയാഗമായിട്ട് അർപ്പിക്കണം. യാഗപീഠത്തിനും പ്രായശ്ചിത്തം കഴിച്ച് പാപശുദ്ധി വരുത്തുകയും അതിനെ ശുദ്ധീകരിക്കേണ്ടതിന് അഭിഷേകം ചെയ്യുകയും വേണം. 7 ദിവസം നീ യാഗപീഠത്തിനായി പ്രായശ്ചിത്തം കഴിച്ച് അതിനെ ശുദ്ധീകരിക്കണം. യാഗപീഠം അതിവിശുദ്ധമായിരിക്കണം. യാഗപീഠത്തെ തൊടുന്നവനൊക്കെയും വിശുദ്ധനായിരിക്കണം. യാഗപീഠത്തിന്മേൽ അർപ്പിക്കേണ്ടത് എന്തെന്നാൽ ദിവസം തോറും നിരന്തരം 1 വയസ്സ് പ്രായമുള്ള 2 ആട്ടിൻകുട്ടി. ഒരു ആട്ടിൻകുട്ടിയെ രാവിലെ അർപ്പിക്കണം, മറ്റേ ആട്ടിൻകുട്ടിയെ വൈകുന്നേരത്ത് അർപ്പിക്കണം. ഇടിച്ചെടുത്ത കാൽഹീൻ എണ്ണ പകർന്നിരിക്കുന്ന ഒരു ഇടങ്ങഴി നേരിയ മാവും പാനീയയാഗമായി കാൽഹീൻ വീഞ്ഞും ആട്ടിൻകുട്ടിയോട് കൂടെ അർപ്പിക്കണം. മറ്റേ ആട്ടിൻകുട്ടിയെ രാവിലത്തെ ഭോജനയാഗത്തിനും അതിൻ്റെ പാനീയയാഗത്തിനും ഒത്തവണ്ണം ഒരുക്കി സൗരഭ്യവാസനയായി യഹോവയ്ക്ക് ദഹനയാഗമായി വൈകുന്നേരത്ത് അർപ്പിക്കണം. ഞാൻ നിന്നോട് സംസാരിക്കേണ്ടതിനും നിങ്ങൾക്ക് വെളിപ്പെടുവാനുള്ള സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ വെച്ച് യഹോവയുടെ മുൻപാകെ ഇത് നിങ്ങൾക്ക് തലമുറയായി നിരന്തര ഹോമയാഗമായിരിക്കണം. അവിടെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് വെളിപ്പെടും. അത് എൻ്റെ തേജസ്സിനാൽ ശുദ്ധീകരിക്കപ്പെടും. ഞാൻ സമാഗമന കൂടാരവും യാഗപീഠവും ശുദ്ധീകരിക്കും. ഞാൻ അഹ്റോനെയും അവൻ്റെ പുത്രന്മാരെയും എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് ശുദ്ധീകരിക്കും. ഞാൻ ഇസ്രായേൽ മക്കളുടെ മധ്യേ വസിക്കുകയും അവർക്ക് ദൈവമായിരിക്കുകയും ചെയ്യും. അവരുടെ മധ്യേ വസിക്കേണ്ടതിന് അവരെ മിസ്രൈം ദേശത്തു നിന്ന് കൊണ്ടുവന്നവനായി അവരുടെ ദൈവമായ യഹോവ ഞാനാകുന്നു എന്ന് അവർ അറിയും. ഞാൻ അവരുടെ ദൈവമായ യഹോവ തന്നെ.